ആമേൻ. എല്ലാവർക്കും അറിയാം, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഏത് സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഓരോ പാർട്ടിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിന്. കാരണം ഈ വിത്ത് പലപ്പോഴും നമ്മുടെ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് പല സ്ഥലങ്ങളിലായിരിക്കും വീഴുന്നത്. എന്നാൽ നല്ല നിലത്തിൽ വീഴുന്ന വിത്താണ് ഏറിയ ഫലം കൊടുക്കുന്നത്. അതുപോലെ ഈ ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ദൈവം പല മേഖലകളിൽ നമുക്ക് പല പ്രതിസന്ധികളിലൊക്കെ എത്തുമ്പോൾ ആ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് പോകുമ്പോൾ നമുക്ക് വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 2:14-15 വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന്റെ ദോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവനാൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്യം തമിഴിലും കൂടെ വായിച്ചാൽ നമ്മളെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മനോഹരം ജന്മസ്വഭാവமான മനുഷ്യനോ தேவனுடைய ஆவிக்கிரியைகளை ஏற்றுக்கொள்ளார். அவைகள் அவனுக்கு பைத்தியமாக தோன்றும். அவைகள் ஆவிக்கேற்ற பிரகாரமாய் ஆராய்ந்து நிதானிக்கிறவைகளானதால் அவைகளை அறிய மாட்டான். ஆவிக்குரியவன் எல்லாவற்றையும் ஆராய்ந்து நிதானிக்கிறான், ஆனாலும் அவர் மற்றொருவனாலும் ஆராய்ந்து நிதானிக்கப்படான். கர்த்தருக்கு போதிக்கத்தக்கதாக அவருடைய சிந்தையை அறிந்தவன் யார்? எங்களுக்கோ கிறிஸ்துவின் சிந்தை ഉണ്ടായിരിക്കുന്നത്. കാലം ഈ വാക്യം ഞാൻ കുറേ നാളുകളായിട്ട് ഈ വാക്യം എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പല വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. കാരണം എന്തുകൊണ്ടാണ്, എനിക്ക് കണ്ണിന് വളരെ പ്രയാസമുണ്ട്. ഇന്നലെയും ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു. അടുത്ത ഒരു സർജറിക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഗുണമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവം അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരം കാണേണ്ടതിന് വേണ്ടി നിങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഇന്ന് പകൽക്കാലം നമുക്ക് അടിയന് ദൈവം തന്ന ആ കൃപയ്ക്ക് ഒത്തവണ്ണം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോഴാണ് അതിന് നിങ്ങൾക്ക് വ്യക്തത മനസ്സിലാകുന്നത്. ഒന്ന് വായിച്ചാട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. മതി. അപ്പോൾ പൗലോസ് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ നിർണയിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ ഉറപ്പിച്ചു ഇരിക്കുന്നു. എനിക്ക് മറ്റൊരു കാര്യത്തിലും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് എനിക്ക് സമയമില്ല. മനസ്സിലായി? അതാണ്. എന്നാൽ ഇവിടെ പറയാണ് പ്രാകൃത മനുഷ്യൻ ആയിട്ട് ഈ സഭയിൽ ഒത്തിരി ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയമുണ്ട്, എടുക്കും. അതുകൊണ്ട് അതിനെ ഒത്തിരി ഇതായിട്ട് ഞാൻ പോകുന്നില്ല. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ചിന്തിക്കുന്നവനാണ്. അവന് ഈ ആത്മീയമായിട്ട് എത്ര തന്നെ കൊടുത്താലും അവനത് ഗ്രഹിക്കത്തില്ല. എന്നാൽ ഇന്ന് നോക്കിയോണം, സഭകളിൽ ആത്മീയരെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നവരുണ്ട്. അവർ തന്നെ എന്താണെന്നറിയോ, കണ്ടാൽ ആത്മീയരാണ്, അവർക്കൊരു ഇതുമില്ല. പക്ഷേ സ്വഭാവം എന്താണെന്നറിയോ, ഈ പ്രാകൃത മനുഷ്യനെക്കാട്ടിലും കഷ്ടമാണ്. കാരണം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസൻ സങ്കീർത്തനം
ഞാൻ എൻ്റെ മെസ്സേജും സങ്കീർത്തനും ഒക്കെ ഒരുപോലെയാണ് ഇന്ന് കാണുന്നത്. കാരണം ഒരു വിഷയം വന്നപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല, നേരെ ഓടിച്ചെന്നിട്ട് മറ്റൊരു ആളെ ആശ്രയിക്കുക ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിളിന് നമുക്ക് ഒരു അല്പം സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ആലോചനയ്ക്ക് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അത് ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടാവും. എന്നാൽ നമ്മൾ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അല്ലാതെ സഹായിക്കാനുള്ളവരുടെ അടുത്ത് പോകും. അവരെന്താ അറിയോ? പലിശ മേടിക്കും. അപ്പൊ നമ്മുടെ ഈ കിട്ടുന്ന നമ്മൾ വാങ്ങിച്ചതിനേക്കാളും ഡബിള് കൊടുക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വണ്ടിയൊക്കെ നാട്ടില് സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുമ്പോഴത്തേന് നിങ്ങൾ 10,000 രൂപയായിട്ട് വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കും? ഒരു വണ്ടിയുടെ വില 10,000 രൂപ ഉള്ളതാണ്. അല്ല, അത് ഈ അവര് 10,000-ഉം ആ വണ്ടിയുടെ വാല്യൂ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വണ്ടിയുടെ വിലയും ഓരോ വണ്ടിക്ക് ഓരോ വിലയാണ്. അപ്പൊ അതിനനുസരിച്ച് ഡൗൺ പേയ്മെന്റ് കൂടും. ഈ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ മേടിച്ചു വെച്ചിട്ട് വിൽക്കുന്നില്ലേ, അവന്റെ പണമാണ്, അവന് കിട്ടുന്ന ലാഭമാണ് നിങ്ങളോട് കൊണ്ടുവരാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ തൊട്ടപ്പുറത്തെ ഓഫീസിൽ ഫിനാൻസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അടിയറവ് വെക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവര് ഉടനെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു, വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ ബാധ്യത ആരുടെ മേലായിരിക്കുന്ന? നമുക്ക് നമ്മൾ തന്നെ ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുന്നത്. ഇതാണ് പ്രാകൃത മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ ആലോചന ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. കാരണം ദൈവം തക്ക സമയത്ത് നമുക്ക് എന്തൊക്കെ വേണമെന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുന്നറിയോ? ദൈവം നമുക്ക് നൽകി തരും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കാത്തിരിക്കണം. അതുകൊണ്ടാ പറയുന്നത്, ഹബക്കൂക്ക് പറയുന്നത്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് വരും നിശ്ചയം, താമസിച്ചാലും അത് ലഭിക്കും, താമസിച്ചാലും അത് ലഭിക്കും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കാത്തിരിക്കുക. കാത്തിരിക്കുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയുള്ളത് നൽകി തരുന്നു. ഒരു ഭവനം വെക്കാനായിട്ട് കർത്താവ് പഠിപ്പിച്ചു. ഒരു ഭവനം വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വ്യാപ്തി, അതായത് പണം എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം അവരെ പണിയാൻ. എന്നാൽ ലോൺ എടുത്ത് പണിതാലോ, ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ജപ്തി ചെയ്തുകൊണ്ടു. പിന്നെ നമ്മൾ പണിതിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ പണി തീരാതെ കുറേ തീരാതെ നിൽക്കുന്ന ഒരു വീടാന്ന് പറഞ്ഞിട്ട് അതിലൂടെ പോകുന്നവരൊക്കെ നോക്കി പരിഹസിക്കും, തല കുലുക്കും. എന്നാൽ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ, ഉള്ളത് കൊണ്ട് ഒരു മുറിയേ ഉള്ളെങ്കിലും ഉള്ളത് കൊണ്ട് അത് ആ മുറി ഉണ്ടാക്കിയിട്ട് നമ്മൾ വരുമാനത്തിനനുസരിച്ച് നമ്മൾ കൂട്ടി പോയാലോ എന്തെങ്കിലും പ്രശ്നം വരുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ പല ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അപ്പന്മാര് ബാധ്യത വരുത്തി വെച്ചിട്ട് മക്കൾക്ക് വെച്ചിട്ട് പോയി, അവർ മരിച്ചു പോകും. എന്റെ ജീവിതത്തിൽ എന്റെ അപ്പൻ അത് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ഏരിയയിലൊക്കെ ഉള്ള ആളുകളോട് ഞാൻ പോയി ചോദിച്ചു. കാരണം ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട് എനിക്കറിയില്ല പുള്ളി ആരൊക്കെ മീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ കടകളൊക്കെ ഞാൻ ചോദിച്ചു, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നല്ല ഡീസന്റ് ആയിരുന്നു. ഇതുപോലെ നമുക്കൊരു സാക്ഷ്യം ആരുണ്ടാക്കി തരണം? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാക്കി തരണം. നമ്മൾ എന്ത് കഴിക്കണം? അവർക്കൊരു സാക്ഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കണം. ഇതാണ് ഈ ആത്മീയവും ലോകവുമായിട്ടുള്ള ബന്ധം, പ്രാകൃത മനുഷ്യനും ലോകവുമായിട്ടുള്ള ബന്ധം. എന്നാൽ ആത്മീയമാരെ എന്ത് ചെയ്യുന്നറിയോ? എല്ലാം സകലതും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കും. ദൈവസന്നിധിയിലേക്ക് കൊടുത്തിട്ട് ദൈവം എന്ത് ചെയ്യും? അവർക്ക് വേണ്ടത് അതായത് സമയങ്ങളിൽ കൊടുക്കും. നമ്മൾ വചനത്തെ തിരിച്ചറിയണം. സങ്കീർത്തനം 23:6 എന്താ പറയുന്നത്? സങ്കീർത്തനം 23:6 എന്താ പറയുന്നത്? നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. അപ്പൊ ഈ ദൈവം പറഞ്ഞ വാക്കിന് വ്യത്യാസമുണ്ട്. ദൈവം കള്ളം പറയുമോ? ദൈവം കള്ളം പറയത്തില്ല, മനുഷ്യൻ കള്ളം പറയും.
അടുത്തത് എന്താണ് പറഞ്ഞില്ല, പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ദോഷത്വമാകുന്നു. നോക്കിയാണോ? അതൊക്കെ എങ്ങനെ ഇരിക്കും? അത് ദോഷത്വമാണ്. കാരണം രാവിലെ എണ്ണീറ്റോണ്ട് ഇവന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഇന്ന് ആരെ വീഴ്ത്തണമെന്നാണ് തോന്നുന്നത്. എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ ചിന്തയിൽ വരുന്ന എന്തായിരിക്കും അറിയോ? ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാവിലെ തോറും അവന് ദൈവം, രാത്രി തോറും അവന്റെ വിശ്വസ്തതയും എത്ര വലുതെന്ന് വർണ്ണിപ്പാൻ. അതുകൊണ്ട് 63 സംഘത്തിൽ പറയുന്നു, ഞാൻ അധികാലത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഞാൻ അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കും. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വെക്കത്തില്ല. തുടർമാനമായിട്ട് ദൈവം നമ്മളെ ചെയ്യും, സഹായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രാകൃത മനുഷ്യനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാം. മാർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 35 വായിച്ചാൽ. 4:35. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു താൻ കടലിൽ ഇരുന്ന പാടെ അവരെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ഇത് കർത്താവിന്റെ ഉപദേശത്തിന്റെ കാലഘട്ടമാണ്. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗവും ഉപദേശവും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? ബോട്ടിലിരിക്കുകയാണ്, ജനങ്ങളെല്ലാം കരയിലുണ്ട്. ദൈവവചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ വിടുവിക്കണം. ഒരു പ്രാകൃത മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിടുവിക്കണം. അപ്പൊ യേശു പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് ചെല്ലാമെന്ന്. അക്കരയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഈ ജനമെല്ലാം എന്ത് ചെയ്തു? യേശുവിന്റെ പുറകെ ചെറുപടകളൊക്കെ ആയിട്ട് പോയപ്പോഴത്തേന് അവിടെ അതിന്റെ 37 വായിച്ചേ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തീരെ തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. 39. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അപ്പോൾ ഇവിടെ ഈ പോവുക എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പ്രതികൂലമാണ് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കാറ്റ് ഭയങ്കര ശക്തമായിട്ട് അടിക്കുക. അതുവരെ ഇല്ലാത്ത ഒരു കാറ്റ് അപ്പം തന്നെ കയറി വന്നു. കാരണം അത് പ്രതികൂല കാറ്റാണ്. അവിടെ മുമ്പോട്ട് ഇവരെ മുന്നോട്ട് വിടാതെ ഇരിക്കേണ്ടതിന് വേണ്ടി ഈ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? അമരത്ത് തലയണ വെച്ച് നല്ല അടിപൊളി ഉറക്കുക. ആര് നോക്കുമ്പോൾ? ഈ ജനം നോക്കുമ്പോൾ. എന്നാൽ കർത്താവ് ഉറങ്ങല്ലേ ചെയ്യുന്ന കേട്ടോ. അതാണ് ദൈവം തന്റെ ദാസന്മാർക്ക് വേണ്ടിയുണ്ട് സദാസമയത്തും ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. അപ്പോൾ എല്ലാ സമയത്തും ജാഗരിച്ചുകൊണ്ടിരിക്കും. ജനം നോക്കുമ്പോൾ എന്താ? ഞങ്ങൾ നശിച്ചു പോകുന്നത്. ഇവനാണെങ്കിൽ നല്ല അടിപൊളി ഉറക്കമാണ്. തലയണ വെച്ച് അമരത്ത് തല വെച്ചിട്ട് ഉറങ്ങുവാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് യേശു എണ്ണീറ്റിട്ട് എന്താ പറയുന്നത്? എന്റെ 41. അവർ വളരെ ഭയപ്പെട്ടു. അല്ല, 39 ഒന്നുകൂടെ വായിച്ചിട്ട്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. യേശു എണ്ണീറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. നിങ്ങൾ കാറ്റിനോട് ശാസിച്ചു, കടലിനോട്, കടലിങ്ങനെ തിരമാല പൊക്കിക്കൊണ്ടിരിക്കില്ലേ, അടങ്ങാൻ പറഞ്ഞു. അടങ്ങി. അത് കഴിഞ്ഞിട്ട് കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലായോ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസമാണ് എല്ലാത്തിന്റെയും വലുത്. അത് വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മൾ വലിയൊരു അത്ഭുതമായിട്ട് അത് കാണുന്നത്. വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? നമ്മളും വീണുപോകും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഓടിച്ചെന്നിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് നൽകിത്തരും. നമ്മൾ ഇല്ലാതെ നമ്മൾ അടുത്ത പലിശക്കാരനോട് നമ്മൾ പോയി മേടിച്ചാൽ നമ്മൾ അവന്റെ മുമ്പിൽ ആരാ? കടക്കാരനാ. കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? അവനെ കാണുമ്പോൾ ഒളിച്ചു പോകേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ആഹാരം കഴിച്ചോ
അല്ലെങ്കിൽ നീ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ എന്നാരും ചോദിക്കത്തില്ല. നിന്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കും, അവർ ചോദിച്ചു വാങ്ങിക്കും. ദൈവമക്കളെ പോലെയുള്ള അവർക്ക് യാതൊരു സമാധാനവും ഇല്ല. അവർക്ക് ആ ടൈം ടു ടൈം ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇങ്ങനെ കടത്തിന്മേൽ കടം കയറി, വട്ടിക്ക് മേൽ വട്ടിയും കയറി, പലിശ കയറി, അവസാനം എന്താവുന്നറിയോ? ഈ പ്രാകൃത മനുഷ്യനോട്. അതായിട്ട് ഞാൻ കണക്ട് ചെയ്ത് കൊണ്ടിരുന്നത്. എന്നിട്ട് കർത്താവ് ശാസിച്ചു, ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിലോട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. എൻ്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ കടലിന്റെ അക്കരെ ദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. മതി. അപ്പോൾ കണ്ടില്ലേ, ഗദരദേശത്തേക്കാണ് പോകുന്നത്, അക്കരയ്ക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തിന്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് താഴെ കാല് വെച്ചു, ഇറങ്ങി, പടയിൽ നിന്ന് ഇറങ്ങി ഉടനെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഓടി വരികയാണ്. ആ മനുഷ്യന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് കാണാം. അതിന്റെ 3-ാമത്തെ വാക്യം. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചും പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കൊണ്ട് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ മനുഷ്യനെ ആർക്കും അടക്കാൻ കഴിയത്തില്ല. അതുപോലെയാണ് ചങ്ങല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇങ്ങനെ വലിഞ്ഞു മുറുക്കുക. അതുപോലെ തന്നെ വിലങ്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ വെക്കുന്ന, ഇതെല്ലാം പുള്ളി അങ്ങ് പൊട്ടിച്ചു കളയും. അത്രമാത്രം ശക്തിയാണ് പുള്ളിയുടെ മേലിരിക്കുന്നത്. പുള്ളിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അത്ര ബലവാന്മാരാ. അതുകൊണ്ടാണ് ഇതെല്ലാം പൊട്ടിക്കുന്നത്. ഈ മനുഷ്യൻ അടുത്തത് 6-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട് ഫസ്റ്റ്. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? ഇവനെ ആർക്കും അടക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്നെ നശിപ്പിക്കാനായിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നാണ് ചോദിക്കുന്നത്. അതുവരെ അവന്റെ അടുത്തോട്ട് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ചെന്നു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കും. പക്ഷെ യേശുവിന്റെ അരികിലേക്ക് അവനായിട്ടാണ് വരുന്നത്. നോക്കിക്കോണം, യേശുവിന്റെ അരികിലേക്ക് അവനായിട്ടാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് ഇരട്ടി ഇങ്ങോട്ട് തരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് വിട്ട് വിലകി പോവുകയാണെങ്കിൽ നമ്മൾ എന്തായി മാറുമെന്നറിയോ? ഒരു പ്രാകൃത മനുഷ്യന് തുല്യമായി മാറും. നമ്മൾ എത്ര ഓടിയാലും എത്തത്തില്ല. നമ്മുടെ മുമ്പിലായിരിക്കുന്ന ജസ്റ്റിൻ പാസ്റ്റർ, അദ്ദേഹം ട്രിവാൻഡ്രംകാരനാണ്. അവിടുന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ വേല ചെയ്ത് ദൈവം കൊണ്ടുവന്ന് ദുബായിയുടെ പട്ടണത്ത് കൊണ്ടെത്തിച്ചു. പക്ഷേ അടിസ്ഥാനമായിട്ട് ഒരു ജോലിയും കൊടുത്തു. അവിടുന്ന് വളരാനായിട്ട് ദൈവം ഒരു ആത്മീയ ഒരു സഭയും ദൈവം നൽകി കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ വ്യക്തികളായിട്ട് വെറുതെ പോയി നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എത്ര കാലം ഇരിക്കും? എന്നിൽ നിക്ഷേപിച്ച് ദൈവം നൽകി തന്നിട്ടുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്താണെന്നറിയാം? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. നീ പിണ്ടാഹാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. നീ കറുത്തവനായാലും വെളുത്തവനായാലും നീ ആരായാലും ജാതിയല്ല ഇവിടെ പ്രശ്നം. അത് മനുഷ്യനുണ്ടാക്കിയതാ. എന്തായി തീരണമെന്നുള്ളത് ദൈവം മുന്നമേ കണ്ടിരിക്കുന്നു. ആ കണ്ടതിന് ഒത്തവണ്ണം എന്ത് ചെയ്യണം? നമ്മൾ വളരണം. നമ്മളെന്നും ശിശുവായിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും ദൈവ ആത്മീയ സഭയ്ക്കകത്ത് വരുന്നത് ചുമ്മാ പോയി ഇരുന്നിട്ട് എണ്ണത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്.
ആളുടെ പെരുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1000 പേര് 2000 പേരിരിക്കും. എന്നും ഒരാൾ തന്നെ പ്രസംഗിക്കും, എന്നും ഒരാൾ തന്നെ പാട്ട് പാടും, എന്നും ഒരാൾ തന്നെ സങ്കീർത്തനം വായിക്കും. ഇതാണോ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ കുറിച്ച്? അല്ല. ദൈവസഭയിൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ വളരണം. നമ്മൾ എന്നും ഒതുങ്ങിക്കൂടുന്നവരായി തീരരുത്. നമ്മൾ പ്രാകൃത മനുഷ്യനെ പോലെ ആയിത്തീരും. പിന്നെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആയിത്തീരും. പേരിനൊരു ചർച്ച ഉണ്ടാവും, പേരിനൊരു ആരാധന ഉണ്ടാവും. എന്നാൽ ആരൊക്കെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നോ അവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഇന്നും അനേക സഭകളെ ഉണ്ടാക്കാൻ ദൈവം ഇടയാക്കും. അനേകരെ നേടാൻ കഴിയും. എന്നും ഒന്നും ഒരേപോലെ ഇരുന്നു കഴിഞ്ഞാൽ ഒരുത്തരെയും നേടാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. വിളിച്ചവന്റെ വിളിക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇനിയൊരു വ്യക്തിയെ നമുക്ക് കാണാം. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ യെശയ്യാവിന്റെ പുസ്തകം 14:12 വായിച്ച് ഈ മനുഷ്യരിൽ വ്യാപരിച്ച ഒരു വ്യക്തി അവിടെ പറയുന്നുണ്ട്. പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. മതി. അപ്പൊ നമ്മള് ദൈവവചനത്തോട് എന്ത് ചെയ്യണത്? ദൈവത്തോട് അങ്ങ് വലിയവനാകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവത്തിന്റെ എന്ത് ചെയ്യുന്നോ? ഒരു പടി താന്നേ നിൽക്കാവുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനോ സ്നാപകനാൻ പറഞ്ഞ എന്താണ്? അവനോ വളരണം, ഞാനോ കുറയണം എന്ന്. പലരും എന്താണെന്നറിയോ? അതിനെക്കാട്ടിലും മേളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങളൊന്നും ദൈവം സാധിപ്പിക്കത്തില്ല. വെട്ടി താഴെ ഇടേണ്ട ഇതവസ്ഥ വരും. ആ വീഴ്ച ഒരു വലിയ വീഴ്ചയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിലൂടെ തന്നെയാണ് ദൈവം ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഒന്നെടുത്താട്ട്. ലൂക്കോസ് 15. അതിന് മുമ്പ് ഈ വാക്യം ഒന്ന് വായിച്ചിട്ട് വേണം അതിന്. അതായത് 1 കൊരിന്ത്യർ നമ്മൾ വായിച്ചില്ലേ? 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ആത്മീയനെ കുറിച്ച് ഇനി പറഞ്ഞുതരാം. ആത്മീയനോ സകലത്തെ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അപ്പോൾ ആത്മീയൻ എന്ത് ചെയ്യുന്നറിയോ? സകലത്തെ എന്ത് ചെയ്യണം? വിവേചിക്കണം, തിരിച്ചറിയണം. ഒരു ആത്മീയനാകുമ്പോ ജാതികളെ പോലെ സ്വൽപ്പനം കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്ന. ഒരാരെങ്കിലും ഒരു 100 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെയല്ല ഓടേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് എബ്രായർ 13:5 എന്താ പറയുന്ന? ദ്രവ്യാഗ്രഹം സകലത്തിനും. അപ്പം നമ്മൾ ആ 100-100 രൂപയ്ക്ക് പുറകെ അല്ല നമ്മൾ ഓടേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? സകലത്തിൽ വിവേചിച്ചറിയണം. നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ആ ദൈവം നമ്മളെ ഒരു യഥാസ്ഥാനമാക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ നമ്മളെ എന്ത് ചെയ്തു? പിശാച് വെളിച്ചദൂതന്റെ വേഷം കെട്ടിയിട്ട് ഇനി വരും. എന്നിട്ട് പറയും, നമുക്ക് നാളെ ഇന്നടുത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, വരണം. അതിന്റെ പുറകെയല്ല ഓടേണ്ടത്. നിൽക്കുന്ന സ്ഥലം ഉറപ്പും ധൈര്യമുള്ളിടത്ത് എന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നീ ജീവനുള്ള പുത്രനായ ക്രിസ്തു തന്നെയെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്ക് കഴിഞ്ഞ്? പത്രോസിന് കഴിഞ്ഞുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഞാനൊരു സഭയിൽ പോകുന്നുണ്ട്, ആ സഭയിൽ ഞാൻ ആരാധിക്കുന്നുണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വിട്ടിട്ട് ഞാൻ ഓടരുത്. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ ദൈവദാസൻ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ
15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഒരു ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാം 2 പേരുടെ മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ അപ്പന്റെ വസ്തുവകകളൊക്കെ മേടിച്ചുകൊണ്ട് എൻ്റെ 11-ാം വാക്യം മുതൽ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം 32 വരെയുള്ള വാക്യങ്ങളിൽ 2 മക്കളുണ്ട്. അതിൽ ഒരുത്തൻ എന്ത് ചെയ്തു? എല്ലാം മേടിച്ചിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയിടത്തെല്ലാം നശിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാ. പക്ഷേ അവനെല്ലാം നശിപ്പിച്ചിട്ട് അവനൊരു മടങ്ങി വരവ് വന്നു. ഈ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ഇടപെട്ട്. കാരണം അവന് അത്യാഗ്രഹമായിരുന്നു. ഇതെല്ലാം കിട്ടിയില്ലെങ്കിലോ, ഈ അപ്പന് 2 മക്കളുണ്ടെന്നില്ലേ, അതിൽ വീതം വെക്കുമ്പോ കിട്ടിയില്ലെങ്കിലോ, കുറച്ച് കിട്ടിയാലോ, അവിടെ നേരത്തെ അങ്ങ് വീതം വെച്ച് മേടിച്ചു. എന്നെ കേൾക്കുന്നവരെ, എനിക്കുള്ളതല്ല എൻ്റെ മക്കൾക്കുള്ളത് തന്നെയാണ്. അതാരും എടുത്തോണ്ട് പോകത്തില്ല. എനിക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും, എനിക്ക് എത്ര പണം ഉണ്ടെങ്കിലും അവകാശി ആരാണ്? എൻ്റെ മക്കൾ തന്നെയാണ്. അതിന് മേലെ ഉള്ളത് അവരെടുത്തോണ്ട് പോവുമായിരിക്കും. ഞാൻ അവിടെ നാട്ടിലില്ല, അതുകൊണ്ട് മേളിലുള്ള ആദായം മാത്രമേ അവരെടുക്കത്തുള്ളൂ. എൻ്റെ പേരിലായിരിക്കുന്ന പ്രമാണം അത് അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അത് അപ്പനുള്ളത് ഞങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യുന്നറിയോ? അതാണ് വിവേചിച്ച് ചിന്തിച്ചറിയണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന? അവൻ മേടിച്ചുകൊണ്ട് പോയി കംപ്ലീറ്റും ചെലവാക്കി കഴിഞ്ഞപ്പോൾ അവന് തോന്നി, എൻ്റെ അപ്പന്റെ വീട്ടില് ഭക്ഷണം കഴിച്ചിട്ട് വലിച്ചു വാരി എല്ലാം മിച്ചം വരുന്ന എറിയുന്ന എതിലും ഇതായിട്ടിരിക്കുന്നു. എനിക്കാണെങ്കിലോ വിശപ്പ്, എനിക്ക് ആഹാരമില്ല. പന്നി തിന്നുന്ന വാഴവരെ, അതായത് തവിട്, ഇതുപോലെ കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് അവൻ ആശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ അവിടെ വെച്ച് ഒരു മാനസാന്തരം ഉണ്ടായി. അവന്റെ അപ്പന്റെ അരികിലേക്ക് വരാനായിട്ട് വന്നപ്പോൾ അവിടെ അപ്പൻ എന്ത് ചെയ്തു? അവനെ അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഈ മറ്റേ മകൻ എന്താണ് അവിടെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് മുന്നോട്ട് പോവാം. എന്റെ 30 15 നോക്കിയേ. അപ്പൊ ഒരുത്തം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇവരെന്താ ചെയ്യുന്നത്? അവനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അവനെ 2 കൈകൊണ്ട് സ്വീകരിക്കണം. പക്ഷെ എന്താ മറ്റവന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ അപ്പന്റെ കൂടെ ഇരുന്ന് ആത്മീയനാന്ന് പോലും അവൻ മനസ്സിലാക്കിയില്ല. അപ്പനോട് കൂടെ ഇരുന്ന് ഇത്രയും കാലം നടന്നിട്ട്, അപ്പൻ പ്രസംഗിച്ച പ്രസംഗവും കേട്ട് നടന്നിട്ടും ഈ മകന് മനസ്സിലായില്ല ഈ അപ്പനുള്ളതൊക്കെ എനിക്കുള്ളതാണ്. അവൻ എന്ത് ചെയ്തു? അവിടെ പറയാണ്, പിറുപിറുക്കുക. അവന് കിട്ടിയതെല്ലാം കൊണ്ട് നശിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അപ്പൻ എന്ത് ചെയ്തു? ഒഴുക്കി നിൽക്കുന്നതിൽ നല്ല കിളുന്ത് പോലത്തെ ഒരു കാളക്കുട്ടിയെ ആർത്തങ്ങോട്ട് അവന് വേണ്ടിയിട്ടങ്ങ് ഉല്ലസിക്കുക ചെയ്യുന്ന. ഇന്ന് പലരും അങ്ങനെ തന്നെയാ. ആത്മീയമായിട്ട് ആരും ചിന്തിക്കുന്നില്ല. ചിലര് ഞാൻ എന്റെ അപ്പൂപ്പൻ കാലം തൊട്ട് പ്രസംഗിക്കുന്നവനാ. അവന്റെ അപ്പം പ്രസംഗിച്ചു, അതിന്റെ അപ്പം പ്രസംഗിച്ചു, അങ്ങനെ ഞങ്ങൾ തലമുറയായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെന്നാ പറയുന്ന. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. 3-ാമത്തെ ദിവസം ചാനലിൽ വരുന്നു. അയാൾ ഇവിടെ വന്നിട്ട് എന്തോ കുറ്റക്കേട് കാണിച്ചത്. നമ്മൾ ആത്മീയതയിൽ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട കാര്യങ്ങളാണ് പലതും. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് നിന്റേതാകുന്നു. നോക്കിയേ, അവന്റെ വെപ്രാളം കണ്ട് ആത്മീയനായ അപ്പൻ എന്ത് ചെയ്ത്? തിരിച്ചറിഞ്ഞു. അവ പറഞ്ഞു, ഇതെല്ലാം എന്നോട് കൂടെ തന്നെ ഉണ്ടല്ലോ, സകലതും അടുത്തേക്ക് വരുമ്പോൾ അവൻ വളരെയേറെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ചിലപ്പോൾ അവന്റെ മരണത്തിലേക്ക് വരെ അവനെ തള്ളിവിടേണ്ട അവസ്ഥയിലേക്ക് ഉള്ള വിഷയമായിട്ടായിരിക്കും. അടുത്തോട്ട് വരുമ്പോൾ അവന്റെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവൻ എന്ത് ചെയ്യണം? അതിന്
അവന് വേണ്ടി വെള്ളമോ ചായയോ ആഹാരമോ എന്തെങ്കിലും ഒരു നേരം കൊടുത്തിട്ട് വേണം അവന്റെ പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ. വെറും ആത്മീയം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തലയിൽ കയറത്തില്ല. അത് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയണം. ഇന്ന് പലർക്കും അത് പറയാൻ കഴിയാതെ വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ആദ്യം ചെയ്യേണ്ടത് ചെയ്യത്തില്ല. അതിനൊരു വാക്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് 1 കൊരിന്ത്യർ 15:46 ഒന്ന് വായിച്ചേ. ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. അപ്പൊ ആത്മീയ രണ്ടാമതേ വരുന്നുള്ളൂ. ആദ്യം എന്താ വരുന്നത്? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് മനസ്സിലാക്കിയിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വരുന്നതിന് ഇത് കൊടുക്കണം. കൊടുത്തിട്ട് വേണം അവനെ സമാധാനപ്പെടുത്തുക, എന്നിട്ട് അവനെ കൈക്കൊള്ളുക, അവന് വേണ്ട ആഹാരം കൊടുക്കുക, അവനെ പ്രാർത്ഥിച്ച് അയക്കുക. അപ്പോഴെന്ത് ചെയ്യുന്നറിയോ? അവനെ നേടാൻ നമുക്കിടയായിത്തീരും. അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലും ഉരുവിട്ട് പറയുന്ന ഒരു കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 11:28. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവര് ഇതുവരെ എന്ത് ചെയ്യും? എല്ലാരും പറയും. ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് താഴോട്ടുള്ളതൊന്ന് വായിച്ചേ നിങ്ങള്. അപ്പം ഇത് ദൈവദാസന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ദൈവദാസന്മാർക്കുള്ള ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് എന്താ അറിയോ? 28-ാം വാക്യം തൊട്ട് പറയും, അധ്വാനിക്കുന്നവരും ഭാഗ്യമുള്ളവര് എന്റെ ഒരിക്കൽ വരികയിൽ നിന്ന്. ഇന്ന് പലയിടത്തും ഈ അധ്വാനം ഒരു ഷർട്ട് തേച്ചിടാൻ പോലും കഴിയാത്ത അനേക പാവങ്ങളുണ്ട്. ലേബറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവര് ഇവരാരെങ്കിലും കൈക്കൊള്ളുവോ? വൈറ്റ് കോളർകാരനെ തന്നെയാണ് കൈക്കൊള്ളുന്നത്. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അവൻ ഭാരം ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കണം. പക്ഷെ അവൻ ചുമന്നതിന്റെ ഭാരത്തിനനുസരിച്ച് ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ആത്മാക്കൾക്ക് ഒരു ആശ്വാസം വരണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നുഖം ഏൽക്കണം. ഒരു കാളയുടെ പുറത്ത് കാളവണ്ടിക്കാരൻ കാളയുടെ പുറത്തോട്ട് എടുത്തു വെക്കുന്ന ആ സാധനമാണ് നുഖം. അതിനോട് വെക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ടോ? ചോദിക്കത്തില്ല. നീ വലിക്കുമെന്ന്. അതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നുഖം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നുഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനായിട്ട് മാറണം. അതുകൊണ്ടാണ് പറയുന്നത് ആത്മീയൻ എന്ത് ചെയ്യണം? സകലത്തെയും വിവേചിച്ചറിയണം. സകലത്തെ വിവേചിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവം മുന്നോട്ട് നമ്മെ നയിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഒരിടത്ത് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിയൊക്കെ ഒത്തിരി വരും, സ്നേഹമൊക്കെ പറയും, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിലേക്ക് നമ്മൾ വീണുപോകരുത്. വീണുപോയാൽ ആ വീഴ്ച എന്തായിരിക്കും എന്നറിയോ? ഒരു 1.5 വീഴ്ചയായിരിക്കും. പിന്നെ മടങ്ങി വരാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് നീ ആരുടെ കൂടെ ഇരിക്കണമെന്നും നീ ആരായി തീരണമെന്നും ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസികളുടെ നടപ്പിൽ നടക്കാതെയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായിരിക്കണം. അവരെന്തായിരിക്കും? ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതുമായ തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ നല്ലൊരു വൃക്ഷമായിട്ട് മാറും. ഈ തക്കകാലത്ത് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞാൽ പോലും നമ്മൾ എന്തായി മാറുമെന്നറിയോ? ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ എന്തേ അറിയോ? ജഡത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ജഡത്തിലെ പ്രാർത്ഥനയാണ്. പല പ്രാർത്ഥനകളും കാണുമ്പോൾ നമുക്കറിയാം ജഡത്തിലെ പ്രാർത്ഥനയാണ്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ആ വ്യക്തി എവിടെ ഇരിക്കുന്നോ അവിടെ ദൈവം സൗഖ്യമാണ്. ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ വചനം അയച്ച് സൗഖ്യമാക്കുമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ഒരിക്കലും
നമ്മൾ മറുത്ത് കളയരുത്. ആത്മീയമായിട്ട് ചിന്തിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ആത്മീയ നമ്മൾ ആരെ കൊണ്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? വിവേചിപ്പാൻ ഇടവരാതെ ദൈവവചനത്തിൽ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.